വീണ്ടും തലസ്ഥാനത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധവുമായി SFI. ഇന്ന് പാളയത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗവർണർ എത്തിയിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുറത്ത് പ്രതിഷേധം നടക്കുന്നത്. ഒരു കൂട്ടം SFI വിദ്യാർത്ഥികളാണ് ഈ ഒരു ഹാളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് എത്തിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ തടയാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിലും പോലീസിന്റെ ബാരിക്കേഡും അതുപോലെ ഗേറ്റും തള്ളി തുറന്നാണ് ക്യാമ്പസിനകത്തേക്ക് SFI പ്രതിഷേധം എത്തിയത്. 2 തവണ പുറത്തുവെച്ച് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോൾ ഒരു സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് SFI ഇരച്ചെത്തിയത്. പക്ഷെ അപ്പോഴേക്കും സെമിനാർ ഹാളിന്റെ ജനലും വാതിലും എല്ലാം തന്നെ പോലീസ് കൊട്ടിയടച്ചു, അവിടെ കാവൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഗവർണർക്ക് നേരെ തലസ്ഥാനത്ത് പ്രതിഷേധം നടക്കുന്നത്. തലസ്ഥാനത്ത് മാത്രമല്ല, മറ്റുള്ള എവിടെയും ഗവർണർ എത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഒരു കാലത്ത് പ്രതിഷേധം ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പുറത്ത് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ പറയുന്ന SFI വിദ്യാർത്ഥികളെ തടയാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് ഒരു കൂട്ടം SFI വിദ്യാർത്ഥികളും ഇവിടേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അകത്ത് സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം മറ്റും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുറത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇതിന്റെ ജനലും വാതിലെല്ലാം തന്നെ പോലീസ് അടച്ചിട്ട് കാവൽ നിൽക്കുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി സർക്കാരും ഇടത് സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2 വർഷത്തിനിടെ ആദ്യമായിട്ട് കേരള സർവകലാശാലയിൽ ഇന്ന് എത്തിയത്. ഇടത് സംഘടനകളുടെ ബഹിഷ്കരണ നീക്കങ്ങൾക്കിടെ ചാൻസലറായ ഗവർണർ ഇന്ന് രാവിലെ പാളയത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. VC നിയമനത്തെ ചൊല്ലി ഇടത് പ്രതിഷേധം രൂക്ഷമായിരിക്കെ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സർവകലാശാല. അതിനിടയിലാണ് ഇപ്പോൾ SFI വിദ്യാർത്ഥി സംഘടനയിലെ ഒരു കൂട്ടം യുവാക്കൾ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി ഇപ്പോൾ പ്രതിഷേധം അവിടെ നടത്തുന്നത്. സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്നതാണ് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലുള്ള ത്രിദിന സെമിനാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇന്ന് ആദ്യ ദിനം അവിടെ എത്തിയത്. അപ്പോഴാണ് SFI വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഗവർണറോടുള്ള എതിർപ്പിനെ തുടർന്ന് പരിപാടിയുടെ കൂടിയാലോചന യോഗം ഇടത് സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു. VC നിയമനങ്ങളിൽ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകുന്നതിൽ CPM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഗവർണറുടെ സർവകലാശാല സന്ദർശന വേളയിൽ പ്രതിഷേധം ഉയർന്നേക്കുമെന്നുള്ള സർവകലാശാലയുടെയും കണക്കുകൂട്ടൽ ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. 2 വർഷം മുൻപ് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി സർവകലാശാല ആലോചിച്ചെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണർ അവിടേക്ക് എത്തിയിരുന്നത്. ഇന്നും സമാനമായിട്ടുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത്. സമാനമായി സംസ്കൃത സെമിനാറിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് അവിടെ സെമിനാർ നടക്കുന്നത്. പക്ഷേ പുറത്ത് പ്രതിഷേധം അലയടിക്കുകയാണ്. സെമിനാറിൽ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര വേദിക് യൂണിവേഴ്സിറ്റി VC ഡോക്ടർ റാണി സദാശിവമൂർത്തി, ICPR മെമ്പർ സെക്രട്ടറി ഡോക്ടർ സച്ചിദാനന്ദ മിശ്ര, കാലടി സംസ്കൃത സർവകലാശാല VC ഡോക്ടർ KK ഗീതകുമാരി, കേരള സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ, സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ CN വിജയകുമാരി, കാലടി സർവകലാശാല മുൻ വകുപ്പ് മേധാവി ഡോക്ടർ PC മുരളി മാധവൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. ഗവർണർ അകത്ത് സെമിനാറിൽ പങ്കെടുക്കുമ്പോഴാണ് പുറത്ത് SFI മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. ഇതിനു മുൻപ് പാറ്റൂരിൽ SFI പ്രവർത്തകർ ഗവർണറുടെ കാർ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത് മുതൽ കേരള പോലീസ് രാജ്ഭവന്റെ നോട്ടപ്പുള്ളിയാണ്. ഇന്നും ഇത്തരത്തിൽ കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ചല്ല, കേരള പോലീസ് അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് SFI പ്രതിഷേധക്കാർ അകത്തോട്ട് കടന്നിരിക്കുന്നത്. ഏതായാലും ഇന്നും വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2 തവണ അവിടെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല പോലീസിന്റെ ബാരിക്കേഡും അതുപോലെ തന്നെ അവിടെ ഗേറ്റിന്റെ അവിടെ കാവൽ നിന്ന പോലീസുകാരെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള SFI പ്രതിഷേധം അങ്ങോട്ടേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് കൊല്ലം നിലമേലിൽ പ്രതിഷേധം ഗവർണർക്ക് നേരെ ആവർത്തിച്ചതോടെയാണ് ഗവർണർ ഈ ഒരു വിഷയം കേന്ദ്രത്തെ ധരിപ്പിച്ചതും മിന്നൽ വേഗത്തിൽ തന്നെ CRPF കമാൻഡോകൾ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തതും വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. Z+ സുരക്ഷയാണ് ഗവർണർക്ക് നിലവിലുള്ളത്. CRPFന് പോലീസിന്റെ അധികാരമൊന്നുമില്ല. ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പിടികൂടി കേരള പോലീസിൽ ഏൽപ്പിക്കാം. കേസെടുക്കുന്നതും തുടർ നടപടി സ്വീകരിക്കുന്നതും പോലീസാണ്. നമുക്കിവിടെ അറിയാം SFIക്കാർ പ്രതിഷേധമായി എത്തുമ്പോൾ എങ്ങനെയാണ് കേരള പോലീസ് അവരോട് പെരുമാറുന്ന രീതി. ആ സമയത്ത് വല്ല ABVP പ്രവർത്തകരോ അതുപോലെ തന്നെ KSU പ്രവർത്തകരാണെങ്കിലും അവരെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കാണുന്നതാണ്. വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുകാരനെ കസ്റ്റംസ് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത് പോലെ തന്നെയാണ്. കേസെടുക്കാൻ അറസ്റ്റ് ചെയ്യാനോ CRPFന് അധികാരമില്ല. VVIPയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ തോക്ക് ഉപയോഗിക്കാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലി വിട്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ഗവൺമെന്റ് രീതി CRPFന് നിയമപരമായി സ്വീകരിക്കാനാവില്ല. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ആരെങ്കിലും റോഡിൽ നിന്നാൽ പോലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കും. യൂത്ത് കോൺഗ്രസുകാരെ തലേ ദിവസം കരുതൽ തടങ്കിലാക്കിയ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ വരുന്നവരെ തോളോട് തോൾ ചേർന്നാണ് ഇവിടെ പോലീസ് നിൽക്കുന്നത്. ആദ്യഘട്ടമായി 20 അംഗ സംഘത്തെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് CRPF നിയോഗിച്ചത്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷയ്ക്കായി മൊത്തം 65 CRPF ഭടന്മാരുണ്ടാകുമെന്നും രാജ്ഭവൻ മുൻപ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 41 പേരെങ്കിലും ഒരു ദിവസം ഡ്യൂട്ടിയിലുണ്ടാകും. രാജ്ഭവനിലെ കേരള പോലീസ് കമാൻഡോകളെ ഒഴിവാക്കും. എന്നാൽ ഗവർണർ സഞ്ചരിക്കുമ്പോൾ പൈലറ്റും എസ്കോർട്ട് വഴിയിലെ സുരക്ഷയും പങ്കെടുക്കുന്ന സ്ഥലത്തെ സുരക്ഷയും കേരള പോലീസ് തുടരും. രാജ്ഭവന്റെ കവാടത്തിലും കേരള പോലീസ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാദവും ഗവർണറുടെ പേരിൽ ഉയർന്നു വന്നിരുന്നു. ഗവർണർ പങ്കെടുക്കുന്ന സ്കൂൾ പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്കെന്ന വാർത്ത. പക്ഷേ അത് തള്ളിക്കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് രംഗത്ത് വന്നത്. താൻ അത്തരം ഒരു ഉത്തരവോ സർക്കുലറോ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അറിയുകയില്ലെന്നും ഗവർണർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്കൂളിന്റെ 46ാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ സർക്കുലറാണ് വിവാദ ആധാരം. തിരുവനന്തപുരം മംഗലാപുരം ബിഷപ്പ് പെരേര സ്കൂളിലാണ് കറുത്ത വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായി വാർത്തകൾ വന്നത്. ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കറുപ്പ് വസ്ത്രം നിരോധിച്ചെന്നായിരുന്നു വാർത്ത. സ്കൂൾ അധികൃതരാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയത്. സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മാതാപിതാക്കൾക്കും ക്ഷണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചടങ്ങിനെത്തുന്ന മാതാപിതാക്കൾ കറുത്ത വസ്ത്രം ധരിക്കരുതെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടത്. എന്തിനാണ് അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കിയതെന്ന് ആരാഞ്ഞ ഗവർണർ സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ ഉയരുന്നത്. പക്ഷേ ഗവർണർ അടുത്തേക്കൊന്നും SFI പ്രവർത്തകർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അതിനുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ്, ബാരിക്കേഡ് അടക്കം മറിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് ഇപ്പോൾ പ്രതിഷേധിച്ച് എത്തിയിരിക്കുന്നത്.